ഹലോ ഗായ്സ്, എല്ലാവർക്കും MRK Chess യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പസിലാണ്. ഈ ഒരു പസിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഒരു പസിലാണ് കേട്ടോ നിങ്ങളുടെ മുൻപിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ പസിലിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഇതൊരു പസിലാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഈ ഒരു ബോർഡിൽ ഇപ്പോൾ കിങ്ങിനൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പസിലിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്, കിങ്ങില്ല. ബട്ട് ഈ നമുക്ക് കാണാം വൈറ്റിന് ഒരു ക്വീൻ ഉണ്ട്, ബ്ലാക്കിന് 1 2 3 4 പോണുകളുണ്ട്. അപ്പോൾ ഈ 4 പോണുകളെയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന് ഈ ഒരു ക്വീൻ ഉപയോഗിച്ചുകൊണ്ട് ഈ 4 പോണുകളെയും ടേക്ക് ചെയ്തുകൊണ്ട് ഈ 4 പോണുകളെയും പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പൊസിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. വൈറ്റ് ക്വീൻ മാത്രമാണുള്ളത്, 2 പീസിനും കിങ് ഇല്ല കേട്ടോ. കിങ് ഉള്ള റിയൽ ഗെയിമിൽ കിങ് ഇല്ലാതെ ചെസ് ഗെയിം നടക്കില്ല. അപ്പോൾ റിയൽ ഗെയിമിൽ കിങ് വരുന്ന സമയത്ത് കിങ് ഉള്ളതിനാൽ തന്നെ പൊസിഷനിൽ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കിങ് ഇല്ലാത്ത രീതിയാണ് നോക്കുന്നത്. വൈറ്റ് ക്വീൻ B1ലും ബ്ലാക്കിൻ്റെ പോണുകൾ A3 B3 C3 D3 സ്ക്വയറുകളിലുമാണുള്ളത്. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെയാണ് വൈറ്റിന് ബ്ലാക്കിൻ്റെ ഈ പോണുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇത് 4 പോണുകൾ കണക്റ്റഡ് പോണുകളാണ്. ഈ 4 പോണുകളെയും തരണം ചെയ്തുകൊണ്ട് വൈറ്റിന് എങ്ങനെ വിൻ ചെയ്യാൻ സാധിക്കുന്നു ഓരോ ഓപ്ഷനുകളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനലിൽ ഒരുപാട് ചെസ് പരമായ ഷോർട്സും വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് തരികയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ കാണാം ഇവിടെ വൈറ്റിന് 2 പോസിബിൾ ആണുള്ളത്. നിലവിൽ 2 മെയിൻ പോസിബിൾ ആണുള്ളത്. ഒന്നുകിൽ ക്വീൻ ഉപയോഗിച്ച് ഈ D3യിലുള്ള പോണിനെ വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് ഈ B3യിലുള്ള പോണിനെ വെട്ടിയെടുക്കാം. അടുത്ത മൂവ് വൈറ്റിൻ്റെതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ കളിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ആദ്യം കളിക്കേണ്ട മൂവ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. വൈറ്റ് ഫസ്റ്റ് ക്വീൻ ഉപയോഗിച്ച് B3യിലുള്ള പോണിനെ വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് B3യിലുള്ള പോണിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഒരു സൂപ്പർ മൂവ് ഉണ്ട്. എന്താണെന്നറിയോ? ഈ A2 പോൺ അങ്ങ് പുഷ് ചെയ്യാം. ഈ A2 പോൺ പുഷ് ചെയ്താൽ അടുത്ത മൂവ് തന്നെ ഈ A2 പോണ് പ്രൊമോട്ടാവും. അപ്പം നമ്മൾ വൈറ്റിന് എന്തായാലും ആ ഒരു പോണിനെ വെട്ടിയെടുക്കേണ്ടതായിട്ട് വരും അല്ലേ. നേരാണ്, ഈ പോണിനെ വെട്ടിയെടുക്കാം. വൈറ്റ് C2 മൂവാണ് ഫസ്റ്റ് ഇവിടെ കളിക്കുക. ഈ പോണിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ C2 മൂവിന് 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നെങ്കിൽ ക്വീനെ C3 വെക്കാം. ക്വീനെ C3 വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. ക്വീനെ C3 വെച്ച് കഴിഞ്ഞാൽ A2 ഇവിടെ പുഷാകും. അത് മൊത്തത്തിൽ പണിയാകും. അതായത് അത് മൊത്തത്തിൽ ബ്ലാക്കിന് ലോസ് ആകും. കാരണം എന്താണെന്നറിയോ? C2 ഇനി A2 കളിക്കും. A2 കളിച്ചതിന് ശേഷം ഇവിടെ D2 കളിക്കുന്നതോടുകൂടി മൊത്തത്തിൽ വൈറ്റ് ലോസ് ആവുന്ന അവസ്ഥയിലേക്കാവും. കാരണം എന്താ? ഈ ഒരു പോൺ അടുത്ത മൂവിൽ പ്രൊമോട്ടാണ്, ഈ ഒരു പോണും പ്രൊമോട്ടാണ്, ഈ ഒരു പോണും പ്രൊമോട്ടാണ്. അപ്പോൾ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ബ്ലാക്കിന് അനുകൂലമായിട്ട് വരും. അതായത് ക്വീൻ ഇൻറ്റു B3 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ഇവിടെ ചെയ്യുക C2 പോൺ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം ഓരോന്നായിട്ട്. ക്വീൻ C3 കളിക്കാം ആദ്യം തന്നെ, ഈ ക്വീൻ പോൺ C1 പ്രൊമോഷൻസ് തടയാൻ വേണ്ടി. അപ്പോൾ ഒരു സിമ്പിൾ മൂവാണ് ഇവിടെ A2 തടയാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഇല്ല. കാരണം മെയിൻ ഓപ്ഷൻസ് ഒന്നും ഇല്ല. കാരണം ഈ ഒരു പോണിനെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊമോട്ടാവും. അല്ലാതെ ഈ ഒരു പോണിനെ ടേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പോൺ സപ്പോർട്ടാണ്. നേരെ മറിച്ച് ക്വീൻ A1 ഒക്കെ കളിച്ചിട്ട് ഈ ഒരു പോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ D2 പോൺ പുഷ് ചെയ്യുന്നതോടുകൂടി അടുത്ത മൂവിൽ എന്തായാലും ബ്ലാക്കിന് ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനും 2 ക്വീനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു പൊസിഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ബ്ലാക്കിന് B3 പോണിനെ വൈറ്റ് വെട്ടിയെടുക്കുന്നത് ബ്ലാക്കിനായിരിക്കും അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിലെ കറക്റ്റായിട്ടുള്ള നീക്കം എന്താണെന്ന് നോക്കിയാലോ. ഈ ഒരു പൊസിഷനിലെ കറക്റ്റായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ക്വീൻ ഉപയോഗിച്ച് D3യിലുള്ള പോണിനെ ടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇനി ബ്ലാക്കിന് 3 ഓപ്ഷൻസ് ഉണ്ട്. 3 പോണുകളെ മുമ്പോട്ടേക്ക് പുഷ് ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ബ്ലാക്ക് A2 പോണാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഈ ക്വീൻ ഉപയോഗിച്ചുകൊണ്ട് C3യിലുള്ള പോണിനെ വെട്ടിയെടുക്കാം. ഇനി ബ്ലാക്കിന് ഈ ഒരു പ്രൊമോട്ട് ചെയ്യാൻ ഓൺലി 2 മൂവാണ് ഉള്ളത്. ഒന്നുകിൽ B3 B2 കളിക്കാം, അല്ലെങ്കിൽ A2 A1 കളിക്കാം. A2 A1 കളിച്ചാൽ ഈ ക്വീൻ ടേക്ക് ആക്കും. B2 കളിച്ചാലും ഈ ക്വീൻ തന്നെ ടേക്ക് ചെയ്യും. അതോടുകൂടി ആ ഒരു ലൈന് എന്തായാലും ബ്ലാക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്വീൻ ഇൻറ്റു D3ക്ക് A2ന് പകരം ഇനി B2 ആണ് കളിച്ചിരുന്നെങ്കിലോ
B2 ആണ് കളിച്ചതെങ്കിൽ ഇവിടെ ഒരു കിടിലം മൂവ് ഉണ്ട്. എന്താ അറിയോ? ക്വീൻ B1. ഈ ഒരു പോണിനെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ബ്ലാക്കിന് 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ A2 അല്ലെങ്കിൽ C2. ആദ്യം A2 കളിച്ചാൽ ഈ പോണിനെ ടേക്ക് ചെയ്യും, എന്നിട്ട് C2 കളിച്ചാൽ ഈ പോണിനെയും ടേക്ക് ചെയ്യും. ഈ പോൺ പ്രൊമോട്ട് ചെയ്താൽ ഈ പോണിനെയും ടേക്ക് ചെയ്യും. അത് എന്തായാലും അതിൽ കാര്യമില്ല, അത് മൊത്തത്തിൽ വൈറ്റിന് അനുകൂലമായിട്ട് വരും. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ആണ് പോൺ C2. പോൺ C2 കളിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? പോൺ C2 കളിച്ചാൽ ക്വീൻ C3, C1 സ്ക്വയർ ഗാർഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് തോന്നാം എന്താ ഈ B2 കളിച്ചാൽ പോരെന്ന്. പക്ഷെ B2 കളിച്ചിട്ടും കാര്യമില്ല. B2 കളിച്ചാൽ നമ്മൾ A3-നൊന്നും വെട്ടില്ല, നേരെ നമ്മൾ C2-നെ വെട്ടിക്കളയും. ഇനി ഈ ഒരു പോൺ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി A2 കളിച്ചാലും കാര്യമില്ല, B2-നെ വെട്ടും. A1 കളിക്കുമ്പോൾ A1-നെയും വെട്ടും. ഇതിൽ കിങ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ആയത്. കിങ് ഉണ്ടാകുമ്പോൾ വേരിയേഷനിൽ ചേഞ്ച് വരാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കിങ് ഉള്ളപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള മൂവ് കിട്ടിയെന്ന് കരുതുകയാണ്. ഈ ഒരു പൊസിഷനിൽ കറക്റ്റ് ആയിട്ടുള്ള മൂവ് എന്ന് പറയുന്നത് ക്വീൻ ഇൻറ്റു D3 എന്നുള്ളതാണ് കേട്ടോ. ക്വീൻ ഇൻറ്റു B3 എടുത്താൽ അത് ബ്ലാക്കിനായിരിക്കും അനുകൂലമായിട്ട് വരുന്നത്. ഇവിടെ ടേക്ക് ചെയ്തില്ലെങ്കിൽ അത് മൊത്തത്തിൽ പണിയാകും. കാരണം D2 കളിക്കും, അല്ല C2, ക്വീൻ C1, അതുപോലെ തന്നെ B2, അങ്ങനെ A2, അങ്ങനെ മൊത്തം അപ്പുറത്ത് ഈ ഡബിൾ സൈഡ് അറ്റാക്ക് പോലെ മൊത്തത്തിൽ അത് ബ്ലാക്കിന് വിൻ ചെയ്യുന്ന രീതിയിലോട്ടേക്ക് ഗെയിം എത്തുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.